എല്ലാരും ഇമാം നബിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോ തൗഹീദ് ശിർക്ക് തീരുമാനാക്കി. അതെങ്ങനെയാ മുസ്ലിയാറെ? ഇമാം നബവി അവിടെ നിൽക്കുക. ഖുർആനിൽ അള്ളാഹു പറയാ ഇന്നക ലാ തുസ്മിൽ മൗത, നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ഇമാം നബവി പറയാ അത് ശരിയല്ല, അള്ളാഹ് പറഞ്ഞ ശരിയല്ല, നമുക്ക് ഏത് മയ്യത്തിനെയും കേൾപ്പിക്കാൻ കഴിയും, എവിടുന്ന് വിളിച്ചാലും കേൾക്കും എന്ന് ഇമാം നബവി പറഞ്ഞ ആ ഇമാം നബവിനെ വിടുന്ന വലിയേറെ? അള്ളാഹ് ഖുർആൻ പറഞ്ഞതിനെതിരായിട്ട് ഇമാം നബവി വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞ പിന്നെ അയാളെ വിടുന്ന? അയാളുടെ അവിടെ നിൽക്കട്ടെ എന്നോ? അയാൾതാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യേണ്ടി വലിയേറെ. തൗഹീദ് കാര്യത്തിൽ ഒരു നബിമാം ഒരു പ്രവാചകനും വ്യത്യാസമൊന്നുമില്ലല്ലോ. തൗഹീദ് ശിർക്കിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ വ്യത്യാസം ഇമാം നബവിയും പ്രവാചകനുമാണ്. പ്രവാചകൻ പറഞ്ഞ എന്താണ്? നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. അള്ളാഹ് പറഞ്ഞു കൊടുത്ത അത് റസൂൽ നമ്മളോട് പറഞ്ഞ് നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ഒമാ അന്ത ബിമുസ്ലിം ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഇൻ തദൂഹും, അവരൊന്ന് വിളിച്ചു നോക്ക്, ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ വിളിയോല് കേൾക്കൂല. ഇതൊക്കെ അള്ളാഹ് പറയുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക ഖുർആൻ ഓതിയിട്ട്. എന്നിട്ട് പറയാ ഇമാം നബവിയും റസൂലായിട്ട് വ്യത്യാസമില്ല. എന്ത് വ്യത്യാസമില്ലാന്ന് വലിയ ഇമാം നബവി എന്താ പറഞ്ഞ്? അന്ന് അല്ല അപ്പറഞ്ഞൊന്നും ശരിയല്ല, നമുക്ക് എവിടുന്ന് വിളിച്ചാലും മയ്യത്തിനെ കേൾപ്പിക്കാം. എന്നിട്ട് ഇമാം നബവിയായിട്ട് വ്യത്യാസമില്ലെന്നോ? ആ വക ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തൗഹീദായി സ്വീകരിച്ചത്, ആ വകയെ ചർച്ച കഴിഞ്ഞിട്ട് വേറൊരു ചർച്ചക്ക് പോവാ. ഇമാം നബവി പറഞ്ഞത് ഇസ്ലാമാണോ അല്ലേ, അതാദ്യം ചർച്ച ചെയ്യും. ഇത് ഇസ്ലാമാണോ അല്ലേ, അതാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. നിങ്ങൾ തൗഹീദായി സ്വീകരിക്കുന്നത് ഇബ്ലീസിൽ നിന്നാണുള്ളതാണ്. ഞങ്ങളെങ്ങനെയാ തൗഹീദ് ഇബ്ലീസിന്റെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദ എന്ന് പറഞ്ഞ മൊയ്യന്മാരെ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദ എന്ന് പറയുന്ന മൊയ്യന്മാരെ ആരായി ഇബ്ലീസിന്റെ അനുയായികൾ? തോന്നിയ ദിവസം പറയുന്ന വലിയ ഇസ്ലാമിൽ പെട്ടതല്ല എന്നാണ് ഇവർ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ ആ ചർച്ച വിട്ട് വേറെ അതെങ്ങനെയാ ഇസ്ലാമിൽ പെടുക? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ വാദാണ്. അതെങ്ങനെയാ ഇസ്ലാമിൽ പെടുക വലിയേറെ? ചർച്ചയ്ക്ക് പോയി ഞാൻ ഇവിടെ സുന്നികളോട് പലരോടും പറയുന്നതാണ്, ഒന്ന് കൊത്താട്ട് കൊടുക്കല്ലേ. കൊത്താനിട്ട് കൊടുക്ക. ഇത് കണ്ടില്ലേ, അള്ളാഹ് പറയാ നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ഇമാം നബവി പറയാ അള്ളാഹ് പറഞ്ഞ ശരിയല്ല, ഏത് മയ്യത്തിന് എവിടുന്ന് വിളിച്ചാലും കേൾക്കും എന്ന് ഇമാം നബവി പറഞ്ഞ ഇമാം നബവിനെ എന്താ ചെയ്യേണ്ടി വലിയേറെ? എന്താ ചെയ്യുക? ഒരു മുസ്ലിം എന്താ ചെയ്യുക അങ്ങനെ എടുത്ത് പറഞ്ഞാൽ? കാരണം അവര് അതിലെ കൊത്തുള്ളൂ, അതിലിങ്ങനെ അവർക്ക് ഇങ്ങനെ തൊള്ളട്ടടിക്കാൻ അവസരമുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാകണ്ടേ? അല്ല എന്നതാ പറഞ്ഞ് ഇമാം നബവി അതിനെതിരാ പറഞ്ഞെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണ്ടേ വലിയേറെ? അവരുടെ തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് മറുപടി ഇല്ല. തൗഹീദ് ശിർക്ക് നിങ്ങൾ പറ, ലോകത്തുള്ള ഏതെങ്കിലും ഒരു മൊയ്ലിയാർ കൊണ്ട് പറയിപ്പിക്കും ശിർക്കെന്താന്ന്, തൗഹീദ് എന്താന്ന്? അത് ഏതെങ്കിലും ഒരു മൊയ്ലിയാർക്ക് അറിയാമായിരുന്നെങ്കിൽ ആ മൊയ്ലിയാർ ആ സ്പോട്ടിന് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു. അറിയില്ലല്ലോ. ഏതെങ്കിലും ഒരു മൊയ്ലിയാർ കൊണ്ട് പറയിപ്പിക്കുക ശിർക്കുന്നതാണ് തൗഹീദ് എന്നതാണ് പറയിപ്പിക്കാൻ കഴിയും? ജന്മത്തിൽ കഴിയും വലിയ നിങ്ങൾക്ക്? അപ്പൊ മറുപടി ഇല്ലായ്മയിൽ നിന്ന് എളിപ്യത മാറ്റാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിരുന്ന മറ്റു വിഷയം, ആ എളിപ്യത മാറ്റാൻ വേണ്ടി ആ സി കെ കല്ലേരി ചെയ്യുന്ന വോയിസ് ഒക്കെ അപ്പം പുറത്ത് വരുമ്പം തന്നെ ഡിലീറ്റ് ആയി കളിയാം. എന്താണ്? മൊയ്ലിയന്മാർ കേട്ടാലോ? മൊയ്ലിയന്മാരെ ജാള്യത ഉണ്ടല്ലോ, ആ മാനക്കേട്, അപമാനം, ആ വിവരമില്ലാത്ത പടുജാഹിലുകളാണ് മൊയ്ലിയന്മാർ എന്ന് തിരിയുന്ന സി കെ കല്ലേരിയുടെ വോയിസുകൾ അപ്പം ഡിലീറ്റ് ചെയ്യുന്ന എന്താ വലിയ ധൈര്യം ഉണ്ട് അത് ഗ്രൂപ്പിലിട്. സി കെ കല്ലേരി ഈ ഗ്രൂപ്പിൽ പറയുന്ന വോയിസുകൾ ഈ ഗ്രൂപ്പിൽ നിലനിർത്താൻ ആണത്തമുണ്ട്. ഈ ആണത്തം കാണിക്കും വലിയേറെ. വിഷയത്തിലേക്ക് കൊത്തുള്ളൂ. ഞാൻ എത്ര വോയിസ് ഇട്ടു, ഈ കല്ലേരി അതിൽ തൊടുന്നില്ല. കല്ലേരി തൊട്ടോ ഇല്ലയെന്ന് കാണുവാൻ വോയിസ് ഇവിടെ ബാക്കിയുണ്ടോ വലിയേറെ? കല്ലേരി വോയിസ് ഇടുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ലേ? കാരണം എന്താ? മറ്റുള്ള മൊയ്ലിയന്മാർ കല്ലേരിയുടെ വോയിസ് കേട്ടാൽ മൊയ്ലിയന്മാർക്കറിയാം ഞാളിത്ര പടുജാഹിലുകളാണ്, പടുവിഡ്ഢികളാണ്, ലോകത്തൊരു വിവരവും ഇല്ലാത്തവരാണ് ഞങ്ങൾ മുസ്ലിയാക്കന്മാർ എന്ന് മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലാവും. അതുകൊണ്ടല്ല സി കെ കല്ലേരിയുടെ വോയിസിങ് വരുമ്പോഴേക്ക് ഡിലീറ്റ് ചെയ്യുന്ന വലിയ ഒന്ന് കേട്ട് നോക്കാൻ പോലും വലിയ മറിയ നിങ്ങൾ മെനക്കേടാറില്ലല്ലോ, അതിന് സമ്മതിക്കാറില്ലല്ലോ. എന്തേ കാരണം? മൊയ്ലിയന്മാർക്ക് ഒരു വിവരമില്ല. ഇസ്ലാമിനെ പറ്റി നിങ്ങളെക്കാൾ വിവരം നിരീശ്വരവാദികൾക്കുണ്ട് വലിയ മറ, അമുസ്ലിങ്ങൾക്കുണ്ട് നിങ്ങളെക്കാൾ വിവരം ഇസ്ലാമിനെ പറ്റി. ആ ഉസ്താദാണോന്നറിയില്ല, അവരുടെ വോയിസില് ഇത് ചെയ്തിട്ടാണ് മൂപ്പര് സംസാരിക്കുന്നത്. കാരണം അതിന്റെ പേരിൽ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പറയാം, പണ്ഡിതന്മാരെ ചീത്ത പറയിപ്പിക്കുക, ഇമാമനെ പണ്ഡിതന്മാരെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല.
ഞാൻ പറയേണ്ടതേനു. അല്ല പറയാ ഇന്നക്കലാ തുസ്മിയുൽ മൗത്ത, നിനക്ക് മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല. ഇമാം നബവി പറയാ അല്ല പറഞ്ഞു ശരിയല്ല. നമുക്ക് എവിടുന്ന് വിളിച്ചാലും ഏത് നിലത്തുനിന്ന് വിളിച്ചാലും വായി കൂടാതെ ഉത്തരം ചെയ്യുന്നവരാണ് മരിച്ചവർ എന്ന് പറഞ്ഞ ഇമാം നബവീനെ തെറി പറയാൻ വേണ്ടി വലിയ എന്താ ചെയ്യണ്ടേ?